Hello, I'm Shilpa. I'm coming from Trivandrum. ഞാനിവിടെ അക്കാക്കി സെരത്തലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 6th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷം ആവുന്നുണ്ട്. ആദ്യം പഠിച്ചിരുന്നത് യുക്രൈനിലായിരുന്നു. അപ്പോൾ അവിടെ വാറിൻ്റെ ഒരു ഇഷ്യൂ കാരണം ഇവിടെ ട്രാൻസ്ഫർ എടുത്തിട്ട് ഈ അക്കാക്കിയിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ യുക്രൈനിൽ ടെർണോപ്പിൾ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ടെർണോപ്പിൾ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവിടെ അക്കാക്കി നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കുത്തേസി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയായ ടിബ്ലിസിന്ന് ഒരു 3 to 4 hours ട്രാവലാണ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു സ്റ്റഡി പീരീഡിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേജിലാണ് ഞാൻ ഈ ട്രാൻസ്ഫർ എടുത്ത് ഇവിടെ അക്കാക്കിയിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ, സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നൊരു പീരീഡാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശേഷമാണ് ഞാനൊരു ക്ലിനിക്കലി ആണെങ്കിലും എൻ്റെ നോളജ് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യണം എന്നും അത്രയും ടീച്ചേഴ്സും ഒത്തിരി എല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇനിയും കുറച്ച് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവിടെ വന്നിട്ടാണ് കിട്ടിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ്. ഞങ്ങളിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടും ബാക്കിയുള്ള ഫ്രീ ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നാൽ പഠിക്കാറുള്ളത്. ഇവിടെ ആവശ്യമുള്ള മെഡിക്കൽ ബുക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻസിന് ഒരു 2nd സെമസ്റ്റർ തൊട്ട് ഞങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓസ്കി സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതായത് സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഓസ്കി സ്റ്റേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടൽ ഒരു 6 സ്റ്റേഷൻസ് വരുന്നുണ്ട്. അവർ ടൈം ലിമിറ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ സ്റ്റേഷൻസിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു മെയിൻ എക്സാം ആയിട്ട് എല്ലാ സെമസ്റ്ററിലും വരാറുണ്ട്. ബേസിക്കലി ഒരു 3rd ഇയർ ആകുമ്പോഴത്തേനാണ് നമുക്ക് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പം മിക്ക ക്ലാസ്സസും ഹോസ്പിറ്റൽസിലാണ്. ഒരു 3rd ഇയർ തൊട്ടുള്ള വരുന്ന സബ്ജക്ട്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സ്, ഇപ്പം നമ്മുടെ ഫാക്കൽറ്റീസിന് നമുക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പേഷ്യൻസിനെ കാണാനും അവരെ നമുക്ക് ലാബ് റിപ്പോർട്ടൊക്കെ മാം നമുക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ മിക്ക നമുക്ക് ഉള്ളത് കേസ് ഡിസ്കഷനും ബാക്കി സർജറീസ് അറ്റൻഡ് ചെയ്യലാണ് നമ്മുടെ ഈ ക്ലിനിക്കൽ സബ്ജക്ട്സിൽ വരുന്നത്. നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് വരുമ്പോൾ ഇയർലി ഫീസ് എന്ന് പറയുന്നത് $4,000 USD ആണ്. മന്ത്ലി എക്സ്പെൻസ് വരുമ്പോൾ സ്റ്റേയും ഇൻക്ലൂഡിങ് ഫുഡ് എല്ലാം കൂടെ നോക്കുമ്പോൾ $250 to $300 ഒക്കെയാണ് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് ഞങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതുപോലെ ഞങ്ങൾ വാർ കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് തന്നെ ഈ കൺട്രി എത്രത്തോളം സേഫ് ആണ്, ഇവിടുത്തെ ലോക്കൽസ് എങ്ങനെയാണ്, നമ്മൾ കോളേജ് ചൂസ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആണോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ അക്കാക്കി എടുത്തപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ചും ത്രൂ ഗൂഗിളും പിന്നെ കുറേ ഏജൻസി വിളിച്ചിട്ടും ഒക്കെ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് നമ്മൾ ഇത് എടുത്തപ്പോൾ തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഇവിടുത്തെ ഫാക്കൽറ്റി ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ സ്റ്റുഡൻസിനെ അവർ എൻകറേജ് ചെയ്യും പഠിക്കാൻ വേണ്ടിയിട്ട്. അവർ മെറ്റീരിയൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്യും. ത്രൂ നമുക്കിപ്പം ഫോണിലാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ടീച്ചേഴ്സ് നമുക്ക് എക്സ്ട്രാ ടൈം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി കണ്ടെത്താറുണ്ട്. ആസ് എ 6th ഇയർ സ്റ്റുഡൻറ്റ് ജോർജിയയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് അക്കാക്കി സെരത്തലി യൂണിവേഴ്സിറ്റി.